ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ പേഴ്സൺ CSET മാനുവൽ 2023യുടെ ബുക്കിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 30/5/2023 വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ബുക്കിനെ കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ തുടർച്ച എന്നോണമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ജൂൺ മാസം 2-ാം തീയതിയാണ് 2023 വർഷം. അപ്പോൾ 30-ാം തീയതി ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ബുക്ക് സത്യത്തിൽ ദ പേഴ്സൺ CSET മാനുവൽ 2023 അല്ല, 2013 ആണ്. ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 2030 ബുക്കാണ്. ആ സിലബസ് അനുസരിച്ചാണ് 2030 സിലബസ് അനുസരിച്ചാണ് CSET മാനുവൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ദ പേഴ്സൺ CSET മാനുവൽ 2023 അനുസരിച്ചുള്ള UPSC പ്രകാരമുള്ള ഏറ്റവും പുതിയ സിലബസ് ഫോളോ ചെയ്യണമെന്നൊക്കെ നമ്മൾ ആ വീഡിയോ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലും പറയുന്നത്. അപ്പം ആദ്യമേ നമ്മൾ പറയാണ് ദ പേഴ്സൺ CSET മാനുവൽ 2023 പ്രകാരം UPSC പ്രകാരമുള്ള പുതിയ സിലബസ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ ബുക്ക് ദ പേഴ്സൺ CSET മാനുവൽ 2013 എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. നമ്മളിത് എടുത്തു പറയണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞെങ്കിലും ഒരുപക്ഷെ ഈ വീഡിയോ പുതിയതായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ബുക്കിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല കാണുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പം നമ്മൾ 2013 സിലബസ് അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. ഈ ബുക്ക് ദ പേഴ്സൺ CSET മാനുവൽ 2013 ആണെന്നുള്ളത് മനസ്സിൽ വേണം. അത്രേ ഉള്ള കാര്യം. പിന്നെ നമ്മൾ വേറൊരു തെറ്റും സംഭവിച്ചു പോയി. നമ്മൾ 30/5/2023 വർഷം ചെയ്ത വീഡിയോയിൽ ശരിക്കും നമ്മൾ കുറേ കണ്ടൻസും പിന്നെ ഈ ബുക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ഫ്രണ്ട് അതുപോലെ തന്നെ ഈ കൊടുത്തേക്കണതെല്ലാം നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം അവിടെ നിന്ന് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇത് അവസാനിപ്പിച്ചത് കണ്ടൻസ് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പ്രിഫൈസ് വരെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ കണ്ടൻസ് പറഞ്ഞ് പിന്നെ ഈ ബുക്കിലെ കുറച്ച് ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, പിന്നെ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഇപ്പം ഞാനിപ്പോൾ ഈ കാണിച്ച കണ്ടൻസിലുണ്ട് അതൊക്കെ. അപ്പം അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഒക്കെ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നുള്ളത് നമ്മൾ കുറേ പറഞ്ഞിട്ടില്ല. എനിക്ക് കറക്റ്റായിട്ട് അത് വീഡിയോ കണ്ടാലേ എനിക്കും പറയാൻ പറ്റുള്ളൂ. ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നും പറഞ്ഞിട്ട് ഇതിലേതൊരു വിഭാഗത്തിലൊരു കാര്യം. പിന്നെ പേപ്പർ 2 ഇതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വരുന്നത്, ഇപ്പോഴത്തെ ഒരു സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ദ പേഴ്സൺ CSET മാനുവൽ 2023 അല്ലെങ്കിൽ 23 ആണ് ഞാൻ കണ്ടതെന്ന് തോന്നുന്നു. പേപ്പർ 1 ജനറൽ സ്റ്റഡീസും പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് എന്നാണ് കണ്ടത്. അതിപ്പോൾ ഓർമ്മ വന്നത്. ഇതിൽ പറഞ്ഞേക്കുന്നത് ഇത് 2013 സിലബസ് അനുസരിച്ച് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സിലബസ് അനുസരിച്ച് ദ പേഴ്സൺ CSET മാനുവൽ 2023 സിലബസ് അനുസരിച്ച് പേപ്പർ 1 ജനറൽ സ്റ്റഡീസും പേപ്പർ 2 ജനറൽ സ്റ്റഡീസും ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ അത് കൂടാണ്ട് കണ്ടൻസിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. കണ്ടൻസ് എന്ന് വെച്ചാൽ ഇത് ഈ വിഭാഗം ഇവിടെയൊക്കെ ഇന്ത്യൻ ഹെറിറ്റേജ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് ഇതിലൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വന്നേക്കണ പുതിയ ടെക്സ്റ്റിൽ 2023 ദ പേഴ്സൺ CSET ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇന്ത്യൻ ഹെറിറ്റേജ്, സെക്യൂരിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സിലബസിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ അന്ന് വീഡിയോ എടുത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ് പറഞ്ഞ് 30/5/2023 വർഷം വീഡിയോയിൽ കണ്ടൻസ് പറഞ്ഞിരുന്നു. പിന്നെ അതുകൂടാണ്ട് ഈ ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഇല്ല പറഞ്ഞ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. വെച്ചാൽ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അത് ഞാൻ പറഞ്ഞില്ല ഈ വിഭാഗത്തിൽ, ഈ സെക്ഷനിൽ. പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് അത് പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതും പിന്നെ ഇതൊന്നും പറഞ്ഞില്ല. അല്ലാണ്ട് ഞാൻ കറണ്ട് അഫയേഴ്സിലോട്ട് പോയി.
അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ CST മാനുവൽ 2030 ബുക്കാണല്ലോ അത്. അപ്പോൾ അത് കാരണം അതനുസരിച്ച് സിലബസ് ചെയ്തേക്കണം. 2012-ലെയും 2011-ലെയും 2013-ലെയും ഒക്കെ തന്നെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കുള്ളൂ ഈ ബുക്കിലുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ഇതിൽ എന്ന് വെച്ചാൽ മൈക്കിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പെട്ടെന്നാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ അത് കാരണം ഞാൻ ഇതൊക്കെ വിട്ടും പോയി. ഞാൻ എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് നമ്മൾ കറണ്ട് അഫയേഴ്സിലോട്ടാണ് പോയത്. അപ്പോൾ അത് അധികം ആരും കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞേക്കണ കാര്യം മൈൻഡ് ചെയ്യണമെന്നില്ല. വേറെ കാര്യങ്ങൾ ആ വീഡിയോയിൽ നോക്കാവുന്നതാണ്. കാരണം അത് നമുക്കൊരു ചെറിയല്ല വലിയൊരു മിസ്റ്റേക്ക് തന്നെ പറ്റിയെന്ന് പറയാം ആ വീഡിയോയിൽ. അപ്പം അത് ഞാൻ പ്രത്യേകം പറയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സിന് തന്നെ എനിക്കൊരു പ്രാധാന്യം. അത് അപ്പം നമുക്കത് പെട്ടെന്ന് നോക്കാനാണ് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തത്. മറിച്ച് പോയപ്പോൾ നമ്മൾ പിന്നെ സമയമില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് അതെടുത്ത് ക്ലാസ് എടുത്ത് വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ എബിലിറ്റി അതിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ ചാപ്റ്റർ അതായിരുന്നു, കറണ്ട് അഫയേഴ്സിന് മുന്നുള്ള ചാപ്റ്റർ. ഒന്നില്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിലെ കാര്യം പറയാം, പിന്നെ മെന്റൽ എബിലിറ്റിയിലെയും കുറച്ച് കാര്യങ്ങൾ പറയായിരുന്നു. പക്ഷെ ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയത് ക്ലാസ് എടുത്തു. അപ്പം അത് എനിക്ക് ഭയങ്കര നഷ്ടമായിട്ടാണ് തോന്നുന്നത്. അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം അത് കുറച്ച് അറിവ് കിട്ടും, അല്ലാതെ നമുക്കൊരു എക്സാം എന്നുള്ള രീതിയിൽ അത് ഇനി എത്ര പ്രാധാന്യം ഉണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ CSETക്ക് നല്ല ഇതിൽ എക്സാമിന് എന്താ പറയുക CSETയുടെ എക്സാം നന്നായിട്ട് എഴുതുക. അതാണ് നമ്മൾ വീഡിയോ കൂടെ ഒരു ലക്ഷ്യം നമ്മൾ വെക്കുന്നത് അതാണ്. അപ്പം ആ രീതിയിൽ അതങ്ങോട്ട് അത്ര പോരാ അത് ചെയ്തത്. അപ്പം ഞാനപ്പോൾ വിചാരിച്ച് നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പുതിയൊരു വീഡിയോ ആരംഭിക്കാമെന്ന് വിചാരിച്ച് അത് അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ദ പേഴ്സൺ CST മാനുവൽ 2030 ഈ ബുക്ക് വെച്ച് തന്നെ സ്പെഷ്യൽ ക്ലാസ്സസ് എന്നുള്ള പേരിൽ വേറെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കും. ഇപ്പം അന്നത്തെ ആ വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ആ വീഡിയോ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെങ്കിലും ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിലോട്ട് പോയി. അങ്ങനെ തെറ്റ് പറ്റി. ഇപ്പോൾ ഈ സ്പെഷ്യൽ ക്ലാസ് ദ പേഴ്സൺ CST മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസിൽ പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ്, ബയോഡൈവേഴ്സിറ്റി, പിന്നെ ഇതിലെ എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡക്ഷൻ, എൻഡേഞ്ചർ സ്പീസീസ്, ഹാബിറ്റ്സ് ആൻഡ് ഡേഞ്ചർ, ഷോർട്ട് നോട്ട്സ് ഓൺ ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി, ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ബയോഡൈവേഴ്സിറ്റി, നാച്ചുറൽ വെജിറ്റേഷൻ ബയോഡൈവേഴ്സിറ്റി, അതർ കറന്റ് എൻവയോൺമെന്റ് ഇഷ്യൂസ്. ഇതിൽ ഈ പോയിന്റ്സ് ട്രെൻഡ്സ് ഇൻ വേൾഡ് പോപ്പുലേഷൻ, ഗ്ലോബൽ ഓഷ്യൻ റിസോഴ്സസ്, ദ ഹംഗറി പ്ലാനറ്റ്, ഗ്ലോബൽ ഹ്യൂമൻ മൈഗ്രേഷൻ, അഗ്രോ ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, കൺസർവേഷൻ മാനേജ്മെന്റ് ഓഫ് അഗ്രോ ബയോഡൈവേഴ്സിറ്റി /PGR, ഇന്ത്യസ് എൻവയോൺമെന്റ് എഫേർട്സ്. ഇത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ. ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ ജനറൽ സയൻസ്, ബയോളജി, ഇതിലെ പോയിന്റ്സ്, ദ സയൻസ് ഓഫ് ലൈഫ്, ക്ലാസിഫിക്കേഷൻ, ബേസിക് സെൽ ബയോളജി, ജനറ്റിക്സ്, ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ, ഹിസ്റ്റോളജി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അടുത്ത ഹിസ്റ്ററി ഞാൻ കളിച്ചത് അതിലെ വീഡിയോ, അതുപോലെ തന്നെ മീഡിയവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ഇന്റർനാഷണൽ മൂവ്മെന്റ്, പിന്നെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. എർത്ത് ആൻഡ് സ്പേസ് സയൻസസ്, പിന്നെ ഫിസിക്സ്, ഇന്ത്യൻ പൊളൈറ്റി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, പിന്നെ അഗ്രികൾച്ചർ, പിന്നെ ഇൻഡസ്ട്രി ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സ്. ഇതെല്ലാം നമ്മൾ ഈ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ വേറെ വീഡിയോ ഇട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ 30/5/2023 നമ്മൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കാണണം. എന്നിട്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. കാരണം ബുക്കിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയാണ്. ഇതിപ്പോൾ 2013 സിലബസ് അനുസരിച്ച് പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതിൽ നമ്മൾ 30/5/2023 വർഷം ചെയ്ത വീഡിയോയിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് പറഞ്ഞിട്ടുണ്ട്. വേറെ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എന്താ കാര്യം എന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് കറണ്ട് അഫയേഴ്സിലോട്ട് എടുത്ത് ലാസ്റ്റ് ഭാഗം കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് അത് വീഡിയോ എടുക്കാൻ തോന്നി. അതെടുത്ത് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് അത് വേണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെറിയൊരു അല്ല വലിയ മിസ്റ്റേക്ക് തന്നെ പറ്റി. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പം നമ്മൾ ഇതെല്ലാം വിശദീകരിച്ച് നമ്മൾ വീഡിയോ എടുക്കും. പുതിയൊരു വീഡിയോ, അത് ദ പേഴ്സൺ CST മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്നുള്ള പേരിലായിരിക്കും. അപ്പം ഇത് ഓർഡർ അനുസരിച്ച് ഇതെല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ഇതിലിപ്പോൾ ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ എബിലിറ്റിക്ക് ഇത്തിരി പ്രാധാന്യമുള്ളതായിരുന്നു. അത് പറയാൻ പറ്റാത്ത നമുക്ക് ഇപ്പോഴും വിഷമമായിട്ടാണ് തോന്നുന്നത്. കാരണം ആ ഫസ്റ്റ് വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഐഡിയ കിട്ടും. അതാണ് അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്താ പറയുക, അഡ്വാൻറ്റേജ് പ്ലസ് ആണ്.
ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ 2023 2024 നമ്മൾ ഫോളോ ചെയ്യണം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങ് ആലോചിച്ചില്ലത്. അപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അത് എളുപ്പമെന്ന് വെച്ചുകൊണ്ട് ലാസ്റ്റ് ഭാഗമല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ അത് വീഡിയോയിലെടുത്ത വീഡിയോ അവസാനിപ്പിച്ച്. അപ്പം അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ വെച്ച് അതാണ് എനിക്കൊരു പ്രചോദനമായത് പുതിയൊരു വീഡിയോ കൂടി തുടങ്ങാന്നുള്ളത്. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ CCT മാനുവൽ 2023 എന്നുള്ള 2013 ബുക്കാണ്. 2023 എന്നുള്ള പേരിൽ തന്നെ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസ് എന്നും പറഞ്ഞിട്ട് പുതിയ വീഡിയോ ആരംഭിക്കണം. അപ്പം 30-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാം. അപ്പം നമ്മൾ ഈ ഓർഡർ അനുസരിച്ച്, നേരത്തെ പറഞ്ഞ ഓർഡർ അനുസരിച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ കണ്ടൻസിൽ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം എനിക്കിഷ്ടമുള്ള ചാപ്റ്റേഴ്സ് തന്നെ എടുക്കും. അത് അരമണിക്കൂർ, 2.5 മണിക്കൂർ, 1 മണിക്കൂർ, 3/4 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ എടുക്കും. അത് എനിക്ക് തോന്നുന്ന പോലെയാണ് ഞാൻ വീഡിയോ എടുക്കുള്ളൂ. പിന്നീടുള്ള വീഡിയോ ഒക്കെ ആദ്യത്തെ വീഡിയോ നമ്മൾ ഓർഡർ അനുസരിച്ച് ഈ ബുക്കിനെ കുറിച്ചുള്ള ഓർഡർ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ എന്താ പറയുക ചെയ്തു പോകും. ആ ഒരു ഇതനുസരിച്ച് നമ്മൾ വീഡിയോ എടുത്ത് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണണം. ദ പേഴ്സൺ CCT മാനുവൽ 2023 സ്പെഷ്യൽ ക്ലാസ്സസ് എന്നുള്ള പേരിൽ. പിന്നെ പ്രിഫൈസ് ആണ് നമ്മൾ ആദ്യത്തെ 30/5/2023 എടുത്ത് പറഞ്ഞു നിർത്തിയത്. ഇനിയിപ്പോൾ ഈ പ്രിഫൈസ് തന്നെ വീണ്ടും തുടങ്ങിയാണ്. ഇപ്പം ഈ വീഡിയോ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ പ്രത്യേകിച്ച് സാധാരണ വീഡിയോ തന്നെയാണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും. നമ്മൾ എന്താ പറയുക, നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാലൻസ് ഇപ്പോൾ പ്രിഫൈസ് നമ്മൾ പറയും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കമ്പാരിറ്റീവ് അനാലിസിസ് CSAT അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് പോകും. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ബുക്കിൻ്റെ അതേ ഓർഡറിൽ തന്നെ എടുത്തു പോകും. സ്പെഷ്യൽ ക്ലാസ്സസ് എന്നുള്ള വീഡിയോ മാത്രമാണ് നമ്മൾ വേറെ ആയിട്ട് എടുക്കുന്നത്. വേറെ രീതിയിൽ വെച്ചാൽ ഇതിൻ്റെ ഭാഗം തന്നെ ഇത് നമ്മൾ ഓർഡറായിട്ട് തന്നെ എടുത്തു പോകും, അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു തെറ്റും കൂടി പറ്റിപ്പോയി. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ, ഫസ്റ്റ് വീഡിയോ മാത്രമല്ല 31-ാം തീയതി ഒരു വീഡിയോ കൂടി ചെയ്തിരുന്നു. അതിലെനിക്ക് മൈക്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മൈക്കിൽ ചാർജ് ഇല്ലാത്തതിനോട് കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ വെറുതെ ഇതുപോലെ വെറുതെ വീഡിയോ കാണിച്ചു. സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് ക്ഷമയും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അതിൽ 1020 ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ആ വീഡിയോയിൽ. 1020 ക്വസ്റ്റ്യൻസ്, ആൻസർ ഇല്ല, ക്വസ്റ്റ്യൻസ് മാത്രം. ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വിഭാഗത്തിൽ നിന്നായിരുന്നു ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയത്. അപ്പോൾ ആ വീഡിയോയിലും അതുപോലെ തന്നെ പിന്നെ 30-ാം തീയതി ചെയ്ത വീഡിയോ, 30/5/2023 ചെയ്ത വീഡിയോ നമ്മളൊക്കെ ഇപ്പം ഈ ചെയ്യുന്ന വീഡിയോ എല്ലാം ഫാൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ വീഡിയോയിൽ അത് പറയാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി എന്ന് തോന്നുന്നു. 31-ാം തീയതിക്കത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു. പക്ഷെ ഫസ്റ്റ് ചെയ്ത വീഡിയോ, യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ, നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ഉദ്ഘാടനം തന്നെ പറയാം, ആദ്യത്തെ വീഡിയോ ആയിരുന്നു 30/5/2023 ചെയ്തത്. ആ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഫാൻ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അത് കാരണം ഫാനിൻ്റെ സൗണ്ട് കാരണം വീഡിയോന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം എൻ്റെ സൗണ്ടിനേക്കാളും കൂടുതൽ ഫാനിൻ്റെ സൗണ്ടായിരിക്കും മുന്നിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിന് ക്ഷമ ചോദിക്കാനേ പറ്റുള്ളൂ. ഫാൻ ഒഴിവാക്കിയിട്ടൊരു വീഡിയോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം ഫാൻ ഉപയോഗിച്ചിട്ടുള്ള അസ്വസ്ഥതകൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ടാണ്. പക്ഷെ വേറെ വഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. ഫാൻ ഓൺ ആക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് ഫാനിൻ്റെ സൗണ്ടാണ് ശരിക്കും വീഡിയോയിൽ മുന്നിട്ട് കാണുന്നത്. അതിപ്പോൾ വേറെ വഴിയുമില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും സഹായിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ വീഡിയോ തന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിൻ്റെ കാര്യമാണ്. എൻ്റെ മൈക്കിലെ ചാർജ് തീരണ വരെ ഞാൻ വീഡിയോ എടുക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞും എടുക്കാം. അപ്പം മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല, നമുക്ക് വെറുതെ ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ വീഡിയോ. അപ്പം ഞാൻ അതിനും കൂടി ക്ഷമ ചോദിക്കാണ്, മൈക്കിലെ ചാർജ് ഇല്ലാതെ വീഡിയോ എടുക്കുന്നതിനും കൂടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ലാതെ വീഡിയോ എടുക്കേണ്ടി വരും. അല്ല മൈക്ക് ഓഫായി പോകുന്നുള്ള ഒരു രീതിയിൽ നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. കാരണം നമുക്ക് അത്യാവശ്യം ലെങ്തി വീഡിയോ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എപ്പോഴും പറ്റണമെന്നില്ല. ചില സമയത്തൊക്കെ നമ്മൾ ലെങ്തി വീഡിയോ എടുക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മൈക്കിലെ ചിലപ്പോൾ ചാർജ് പോയാലും ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ അതിന് സോറി പറയാണ് സൗണ്ട് ഇല്ലാത്തതിന്. അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ പ്രിഫൈസാണ് നമ്മുടെ 30-ാം തീയതി 5/2023 പറഞ്ഞത്. ആ പ്രിഫൈസാണ് നമ്മൾ വീണ്ടും ക്ലാസ് എടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ പേഴ്സൺ CCT മാനുവൽ 2023 സ്പെഷ്യൽ ക്ലാസ്സസ് അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും, അധികം വൈകാണ്ട് തന്നെ. അതുപോലെ തന്നെ 2013 സിലബസ് അനുസരിച്ച് ദ പേഴ്സൺ CCT മാനുവൽ എന്നുള്ള രീതിയിലാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് അനുസരിച്ച് 2013 സിലബസ് അനുസരിച്ച് ആയതുകൊണ്ട് അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. ദ പേഴ്സൺ CCT മാനുവൽ
2023-24 ആയിട്ടുള്ള ബുക്ക് എല്ലാവരും മേടിക്കണം. അതിൽ UPSC പ്രകാരമുള്ള സിലബസ് ചെക്ക് ചെയ്തിരിക്കണം. അത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര എന്താ പറയുക പഠിക്കുന്ന കാര്യമൊക്കെ നമുക്ക് നഷ്ടത്തിലേക്കാവും. CSAT എക്സാം ഭയങ്കര പരാജയമായി പോവും. കാരണം നമുക്ക് നല്ല രീതിയിൽ അത് അഭിമുഖീകരിക്കാൻ പറ്റില്ല. ഭയങ്കര എക്സാമിനെ തന്നെ അത് ബാധിച്ചു കളയും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ഓർക്കുക പ്രത്യേകം. സിലബസ് ഒരിക്കലും ആരും മറക്കാതിരിക്കും. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ UPSC ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും. കണ്ടൻസ് നേരത്തെ കാണിച്ചു തന്നല്ലോ, അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. ചില ഭാഗങ്ങൾ കൂടുതൽ വരും. ഇതിൽ തന്നെ പറയേണ്ടത് ക്വിക്ക് സമ്മറിയോ ചേഞ്ചസ് ഇൻ ദ സിലബസ് ആൻഡ് പാറ്റേൺ ആ സത്യ കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സിലബസ് ഒക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ നമ്മളത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പുതിയ ഭാഗങ്ങൾ ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ അതാണ് പഠിക്കേണ്ടത് സിലബസിൽ. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഇതിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇത് പഴയ ബുക്കായതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്തത് പറയുന്നത്. കാരണം പറയാനുള്ള കടമ ഉണ്ട്. അതുകൊണ്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടയ്ക്കുന്ന കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി പ്രിഫൈസ് പറയാം. Preface. As the decision of Government of India, the UPSC had changed the syllabus and pattern of the preliminary examination from 2011 in the scheme of civil service examination. This new examination has been named as the CSAT, Civil Service Aptitude Test. CSAT in 2011 and 12 was conducted as per new format. ഇതിപ്പോൾ 2030 the person CSAT മാനുവൽ ആയതുകൊണ്ടാണ് ഇവിടെ CSAT in 2011, 12 എന്നൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ബുക്കിൻ്റെ ഒരു ഇത് മനസ്സിലാവുമല്ലോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. 2011, 12 ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. കമ്പാരിറ്റീവ് ആൻസർ CSAT 2011, 12 എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇനി നമുക്ക് പറയുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് ഇതിപ്പോൾ സിലബസിനെ കുറിച്ചാണ് പറയുന്നത്. ക്വിക്ക് സമ്മറി ചേഞ്ചസ് ഇൻ ദ സിലബസ് ആൻഡ് പാറ്റേൺ. The noteworthy changes in the syllabus and pattern of the preliminary examination from 2011 and the scheme of civil services examination are as follows. The preliminary examination 2011 and 12 comprise of 2 compulsory papers. Paper 1 General Studies and Paper 2 General Aptitude. ഇതിപ്പോൾ 2013 അനുസരിച്ചാണ് കേട്ടോ ഇതിങ്ങനെ വന്നേക്കുന്നത്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് എൻ്റെ ഓർമ്മ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് എന്നാണ് കണ്ടത്. ദ പേഴ്സൺ CSAT മാനുവൽ 2023 ആണ് ഞാൻ കണ്ടത്. 2 പേപ്പറും പേപ്പർ ഫസ്റ്റും ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് എന്നാണ് കണ്ടത്. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. ബോത്ത് പേപ്പർ 1 and 2 are 200 marks each and of 2 hours duration each. Paper 1 compressed 100 questions, whereas paper 2 compressed 80 questions. That means total number of questions asked from both paper 1 and 2 was 180 only. ഇതിൽ പറഞ്ഞിട്ടുണ്ട് പേപ്പർ 1 and 2 are 200 മാർക്സും അതുപോലെ തന്നെ 2 മണിക്കൂറായിരിക്കും എക്സാമിന്. അതിൽ പേപ്പർ 1 compressed 100 questions, whereas paper 2 compressed 80 questions. That means total number of questions asked from both paper 1 and 2 was 180 only എന്നാണ് പറഞ്ഞേക്കുന്നത്. പേപ്പർ 1ഉം 2ഉം കൂടി കൂട്ടിയിട്ട് ഒരെണ്ണത്തിൽ പേപ്പർ 1 100 ക്വസ്റ്റ്യൻസും പേപ്പർ 2 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. രണ്ട് പേപ്പറും കൂടി കൂട്ടിയിട്ട് 180 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അടുത്തത് ക്വിക്ക് സമ്മറി ചേഞ്ചസ് ഇൻ ദ സിലബസ് ആൻഡ് പാറ്റേൺ. The syllabus and pattern of the preliminary examination is explained in detail for prospective candidates intend to appear at the civil service examination 2011 onwards. Bracket please refer to UPSC notification on any further change. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. UPSC മാറ്റങ്ങൾ വരുത്തുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ 30/5/2023 ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ തന്നെ മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി വായിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. സിലബസ് എന്തായാലും മാറ്റം വരും എന്നുള്ളത് നമ്മൾ ഓർക്കുക, അത്രേ ഉള്ളൂ. പേപ്പർ 1 100 questions, 200 marks, duration 2 hours. Current events on national and international importance. History of India and the international movement. Indian and world geography, physical, social, economic geography, India and the world. Indian and world geography, physical, social, economic geography, India and the world. ഇത് രണ്ടും ഒരേപോലെ വന്നേക്കുന്ന പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഇക്കണോമിക്കിന് സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്സ് എക്സെട്ര. General issues on environment, ecology, biodiversity and climate change that do not require subject specialization. General science. Paper 2 80 questions, 200 marks, duration 2 hours. Comprehension. Interpersonal skills including communication skills, logical reasoning and analytical ability, decision making and problem solving, general mental ability, basic numeracy, bracket numbers and their relations, order, magnitude, etc. Class 10 level
data interpretation, charts, graphs, tables, data sufficiency, etc. Class 10 level. English language comprehension skills, class 10 level. Questions relating to English language comprehension skills of class 10 level. Last item in the syllabus of paper 2 will be tested through passages from English language only without providing Hindi translation thereof in the question paper. The questions will be of multiple choice objective type. The prospective candidates are advised to note that no changes are being introduced at that stage in the civil service bracket main examination, a personality test in the scheme of civil service examination, CSC bracket. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പേപ്പർ 100 ക്വസ്റ്റ്യൻ 200 മാർക്സ് ഡ്യൂറേഷൻ 2 ഹോൾസ്. പേപ്പർ 2 80 ക്വസ്റ്റ്യൻ 200 മാർക്സ് ഡ്യൂറേഷൻ 2 ഹോൾസ്. അപ്പോൾ ഇതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് തന്നെ ഒന്നും കൂടി വിശദീകരിച്ചൊക്കെ കൊടുത്തേക്കാണ്. അത് ഈ ഭാഗത്താണ് തന്നെ കേട്ടോ. ഇതിലെ നമ്മുടെ കണ്ടന്റിലെ കുറെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് പറയാം. വൈ യു നീഡ് എ CST മാനുവൽ. ഇഫ് യു ലുക്ക് അറ്റ് ദ അബോവ് ചേഞ്ചസ് and inspect the prescribed syllabus, you will find that each part of this new syllabus and deals with a few broad areas of human learning, and all the parts compared together require a comprehensive and dependable source of knowledge. Also, I am sure that as a prospective Indian civil service administrator, you are keenly aware of importance of using good tools of learning and drawing knowledge from extensive research. This new CST manual is one such tool. ഇത് ഒരുപാട് എക്സ്റ്റെൻസീവ് റിസർച്ചിൻ്റെയും അതുപോലെ തന്നെ ഡ്രോയിങ് നോളജിൻ്റെ ഒക്കെ ഒരു വലിയൊരു എന്താ പറയുക ഒരു സമാഹാരം തന്നെ പറയാം. അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ അബൌട്ട് ദ പേഴ്സൺ CST മാനുവൽ, ഇത് ബുക്കിനെ കുറിച്ച് പറഞ്ഞേക്കണം കേട്ടോ. കുറെ കാര്യങ്ങൾ ബുക്കിന്റെ കുറിച്ച് പ്രത്യേകതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. About the person CST manual. The person CST manual is a collection of inputs from both extensive research and intensive learning. The manual is modeled as per the latest syllabus of Indian Civil Service Preliminary Examination and lists especially on those topics from which questions will be majorly asked. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് ചോദിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്റ്റെൻസീവ് റിസർച്ചിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ ബുക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിവിൽ സർവീസസ് എക്സാമിനേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത വൺ ഓഫ് ദ ഇൻഡിസ്പെൻസിബിൾ ആട്രിബ്യൂട്ട്സ് ഫോർ ദ സക്സസ് ഓഫ് എനി ബുക്ക് ആൻഡ് therefore its readers is the way it's conceived and developed. This manual owns its existence years of research, scientific and logical planning. ഒരുപാട് സയന്റിഫിക് ലോജിക്കൽ പ്ലാനിങ്ങിന്റെ ഫലമായിട്ടാണ് ഈ ബുക്ക് ചെയ്തേക്കുന്നത്. ഒരുപാട് നാളത്തെ റിസർച്ച് കാര്യങ്ങൾ അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഉള്ള യാഥാർത്ഥ്യമാണ്. The text is presented in a scientific manner to help the candidate learn, understand and remain information for a longer period of time. Each topic begins with a brief introduction and give an overview of the subject, and then introduce the various concepts with approximate examples. A number of detailed tables and illustrations support the concepts explained. Important information pertaining to the topic of discussion is provided as boxed items. These are cutting edge bits of information that make learning interesting and add value to the quality of learning. One of the unique features of this manual is extra material provided in the margins. While each section is self-contained and discussed in detail, the extra material in the margins are to the manual helps students to get the extra information needed to pursue a particular line of inquiry. One prominent outcome or research was the conclusion that candidates who do not have a background in sciences or those who have studied it only term articulation find the general science portion of the examination difficult. It is our endeavor to present this section in a lucid, well-structured manner, and this also replete with the various learning tools, pedagogy bracketly, as my editors call it. Now, prior knowledge of the subject has been assumed. Elaborate figures, comparison charts, and boxes items make sure that the candidates get it right the first time.
അപ്പൊ ഇതിലെന്താ പറയണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പൊ എന്താ പറയാ, ഇതിപ്പോ നമ്മള് ഈ പഠിക്കണ കാര്യങ്ങളുടെ സൈഡിൽ തന്നെ വേറെ എക്സ്ട്രാ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ മെറ്റീരിയൽ എന്താ മാർജിൻസ് ആരെടുത്ത മാനുവൽ ഹെൽപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉള്ള കാര്യം തന്നെയാണ്. കാരണം വേറെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബുക്ക് വായിച്ചു നോക്കിയിരുന്നു. അപ്പൊ അതൊക്കെയാണ്. പിന്നെ അതുകൂടാണ്ട് എലബറേറ്റീവ് ഫിഗേഴ്സ്, കമ്പാരിസൺ ചാർട്ട്സ്, ബോക്സ് ഐറ്റംസ്, അങ്ങനെ കുറെ കാര്യങ്ങളും വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് പറഞ്ഞേക്കണത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള മാനറിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും, കുറെ കാലത്തേക്ക് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യും. അതാ പറഞ്ഞേക്കണത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ലൊരു ബുക്ക് തന്നെയാണ് ഇത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബുക്ക് തന്നെയാണെന്ന് പറയാം. ഒരുപാട് കാര്യങ്ങളും അറിവും കാര്യങ്ങളും എല്ലാം കിട്ടും. നല്ല രീതിയിൽ CSAT എക്സാമിന് നമുക്ക് ഒരുങ്ങാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ new syllabus mapping with the structure of the book. The structure of this manual was substantially restructured after discussion with various coaches and experts to align with the new syllabus and format as well as to suit their current teaching methodology. This edition also have 5 parts consisting of 60 sections positioned as follows. ഇനി പറയണത് എന്താണെന്ന് വെച്ചാൽ പാർട്ട് 1 അനാലിസിസ് CSAT 11 ആൻഡ് 12, സെക്ഷൻ 1 സ്റ്റാർട്ടപ്പ് കിറ്റ്, പേപ്പർ 2 പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, സെക്ഷൻ 2 ഇക്കോളജി ബയോഡൈവേഴ്സിറ്റി, സെക്ഷൻ 3 ജനറൽ സയൻസ്, സെക്ഷൻ 4 ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, സെക്ഷൻ 5 ജോഗ്രഫി, സെക്ഷൻ 6 ഇന്ത്യൻ പൊളിറ്റി, സെക്ഷൻ 7 ഇക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ്സ്, സെക്ഷൻ 8 ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, സെക്ഷൻ 9 ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പ്രീഷൻ സ്കിൽസ്, സെക്ഷൻ 10 ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സെക്ഷൻ 11 മെന്റൽ ആപ്റ്റിറ്റ്യൂഡ്, സെക്ഷൻ 12 ലോജിക്കൽ റീസണിംഗ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, പാർട്ട് 4 അഡ്വാൻറ്റേജസ് പ്ലസ്, സെക്ഷൻ 13 കറണ്ട് അഫയേഴ്സ്. The mapping of the syllabus with follow chapters in the manual is given below. Part A, paper 1 of CSAT. Each paper of part A consists of substantial number of MCQs to involve students in the learning process. A careful scrutiny of the questions papers over 20 years was made for the completion of the general studies portion of this book, which deals with paper 1 of new syllabus. The objective was to familiarize candidates in taking the examination with the current trends and types of questions asked. Current events. This has been divided into chapters: national events and international events, with emphasis on the national affairs. For obvious reasons, you will find adequate material on current affairs in the part 4 advantage plus section 13 of the manual. The way the UPSC has been emphasizing on the current events in the last few years, it is expected to continue. Some people have even commented on current events, finding the first place in the syllabus indicates how important the section is going to be. The users are advised to go to frequently on the online supplement for this manual and download additional content, information and questions to go and underline test for the current events. അടുത്തത് കറണ്ട് ഈവൻസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ചാപ്റ്റർ, നാഷണൽ ഇവൻറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ഈവൻറ്റ്സ് വിത്ത് എംഫസൈസ് ഓൺ നാഷണൽ അഫയേഴ്സ്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. കറണ്ട് ഈവൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ, 30/5/2023 നമ്മൾ ചെയ്ത വീഡിയോയിൽ കറണ്ട് ഈവൻറ്റ്സ് ആണ് കൂടുതലും. നമ്മൾ 2013 ദ പേഴ്സൺ CSAT മാനുവൽ ആയതുകൊണ്ട് 2012 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആണ് ഞാൻ പറഞ്ഞ ഉപകാരം ഇല്ലാതായി പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്.
ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ ഞാനത് പറഞ്ഞുകൊണ്ടുള്ളൊരു ചെറിയ ഉപകാരം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും കറണ്ട് അഫയേഴ്സിനെ കുറിച്ച്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിലുള്ളതൊക്കെ ചോദിക്കണമെന്നില്ല. നമുക്കത് മാറ്റി വേറെ എടുക്കായിരുന്നെങ്കിലും പിന്നെ അത്ര അങ്ങോട്ട് ആലോചിച്ചില്ല അത്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു കാര്യം ഓർക്കുക, കറണ്ട് അഫയേഴ്സ് ഒക്കെ എപ്പോഴും പുതിയത് പഠിക്കാൻ നോക്കാം. അതാണ് നമ്മൾ പറയാൻ വരുന്നത്. അതേ ഉപകാരം ഉണ്ടാവുള്ളൂ. അത് നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. പിന്നെ ഈ ബുക്കിലും ഉണ്ടാവും, പുതിയ ബുക്കിലുണ്ടാവും, പുതിയതായിട്ട് ഇറങ്ങണ അതർ പേഴ്സൺ CCT മാനുവലിൽ ഉണ്ടാവും പുതിയ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ദർ ഹാസ് ബീൻ എ subtle change in the syllabus for history. In the earlier syllabus on history of India, the emphasis was on abroad general understanding of the subject is social, economical and political aspects. Frequently, the questions on the Indian national movement related to the nature and the characters of the 9th century resurgence, growth of nationalism and attainment of independence. Very few questions on ancient and medieval history of India were asked. However, the changed wordings in the syllabus says history of India and the international movement, thus in the way hinting that the entire history with no bias towards modern history component will be quoted. Importantly, now we're clubbing 4 chapters: ancient India chapter 1, medieval India chapter 2, modern India chapter 3, and international movement chapter 4. In part 3, section 5 to cover history of India and the international movement will make better sense. Additional have been made in all the 4 chapters, where students will find useful information tabulated in easy to scan format. ഇതിൽ പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇതിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ടൻസ് ആണ്. ഇത് നമ്മുടെ കണ്ടൻസ് ആണ്. കണ്ടൻസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇതിപ്പോൾ കണ്ടൻസ് അറിയണവർക്ക് ഇതറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിലൊക്കെ പറയണതും കറണ്ട് ഈവൻസും ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ഇക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയറമെന്റ്, ഇക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ജനറൽ സയൻസ്, ഇതിലൊക്കെ പറയണത് ഈ കണ്ടൻസ് തന്നെയാണ്. അപ്പോൾ കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കാര്യത്തിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മൾ കാണിക്കേണ്ട. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറാണ് കേട്ടോ. അതിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, ഇത് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ. ഇതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം നമ്മൾ പറഞ്ഞേക്കണ വിഭാഗത്തിലും പറഞ്ഞത്. കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞുള്ളൂ. മീഡിയവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, പിന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഇത്രേ ഉള്ളൂ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ് ഓൺ ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വെർ ആസ്ക്ഡ്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഏൻഷ്യൻറ്റും മീഡിയവൽ ഹിസ്റ്ററിന്നും ചോദിച്ചിട്ടുള്ളൂ, നമ്മൾ നേരത്തെ കാണിച്ച വിഭാഗത്തിൽ നിന്ന്. പിന്നെ വിഭാഗം എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാണിച്ചിരുന്നു. അതിൽ ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവൽ ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. ആണ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏൻഷ്യൻ്റ് 4 ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് ഇതിനെ തിരിച്ചേക്കാണ്. അതിൽ ഏൻഷ്യൻ്റ് ഇന്ത്യ ചാപ്റ്റർ 1, മിഡീവൽ ഇന്ത്യ ചാപ്റ്റർ 2, മോഡേൺ ഇന്ത്യ ചാപ്റ്റർ 3 ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ചാപ്റ്റർ 4 അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ടു കവർ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വിൽ മേക്ക് ബെറ്റർ സെൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി അടുത്തത് ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി. അത് ഇതുപോലൊക്കെ തന്നെയാണ്. അതും നമ്മൾ നേരത്തെ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെ ആണ് ഇതിലും പറഞ്ഞേക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി ഡീൽസ് വിത്ത് ഫിസിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ ജോഗ്രഫി, ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ദ എൻ്റയർ സെക്ഷൻ on geography has been divided into 3 sections: general geography chapter 1, world geography chapter 2, and Indian geography chapter 3. In the part 3 chapter 6 in part 3 section 6, Indian geography covers both
physical and economical geography with special emphasis on economic geography cover topics like agriculture, energy scenario, India and mineral resources. India and world geography അതിൽ വേൾഡ് ജനറൽ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി അങ്ങനെയായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഫിസിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ ജോഗ്രഫിയാണ്. അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ജോഗ്രഫിയിൽ ടോപ്പിക്സ് വരുന്നത് അഗ്രികൾച്ചർ, എനർജി, സെനാരിയോ, ഇന്ത്യ ആൻഡ് മിനറൽ റിസോഴ്സസ്. പിന്നെ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ഇറ്റ് കവേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, public policy, right issues, etc. There are some initial divisions for the purpose of easy comprehension, where we have separated Indian Constitution, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ് ആണ്. ഇറ്റ് കവേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, political system, panchayat raj, public policy, rights issues, etc. There are some internal divisions. There are internal divisions for the purpose of easy comprehension, where we have separated Indian Constitution chapter 1 from Indian Administration chapter 2 in part of section 6 towards the end of the chapter. Additional content on social legislations has been uploaded which users will find useful in the recently changed scenario എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ചാപ്റ്റർ 1 ആണത്. അതുപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്, അതുണ്ട്. പിന്നെ ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയറമെന്റ്, ഇക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ പറഞ്ഞേക്കണം. അടുത്തത് ദിസ് ഡു നോട്ട് റിക്വയർ സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷൻ. In the manual it has been named Ecology and Biodiversity section 2 and it comprises Ecology and Environment chapter 1, Climate Change related issues chapter 2, Biodiversity chapter 3, India's natural vegetation and biodiversity chapter 4, other current environment issues chapter 5, Agro-diversity chapter 6, India's environmental efforts chapter 7, data tables chapter 8, short notes chapter 9 and the total of 1130 MCQs. Chapter 10, as the CSAT 2011 had a huge number of questions from this domain, we have placed it as first section of the part 3. അത് ഈ ഭാഗത്തുനിന്ന് CSAT 2011 കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് മുന്നേ ഞാനിത് കണ്ടൻസ് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു മനസ്സിലാവാതിരിക്കുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന, എന്നാലും ഒന്നും കൂടി അതൊന്ന് ചെയ്യണമായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പാർട്ട് ബി പേപ്പർ 2 CSATക്ക് മുന്നായിട്ട് കണ്ടൻസ് പറയാം. ജനറൽ സയൻസ്, ദ സ്ട്രക്ചർ ആൻഡ് പ്ലേസ്മെന്റ് ചാപ്റ്റർ ഓൺ ജനറൽ സയൻസ് ഹാസ് നോട്ട് ബീൻ ഓൾട്ടേർഡ് ത്രൂ addition have been made in it for focused learning and revision. Numerous new tables, boxes and lists have been added in each of the 3 chapters, namely biology chapter 1, chemistry chapter 2, physics chapter 3, earth and space sciences chapter 4 and computers and information technology chapter 5. The MCQs have been revised and keeping the conceptual tilt of questions in mind. A good number of assertion recent questions have been added. ഇനി പേപ്പർ പാർട്ട് ബി പേപ്പർ 2 of CSAT. This part of syllabus has been maximum re-orientation and also contains many new topics as far as civil services examinations are concerned. If we have to think of the one way to define paper 2, that word would be aptitude. Many experts are of the view that the mental ability portion from the while general studies syllabus has got evolved into a full-fledged paper 2. However, I believe that is not true. There are strands of mental ability in this section, but even here the coverage and depth is bigger
plus there are many new topics in the syllabus. Here each chapter contains substantial number of MCQs is to familiarize candidates with the current trends and types of questions asked. ഇതിൽ മെൻ്റൽ എബിലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് പേപ്പർ 2 എന്നുള്ളത്. അത് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് കണ്ടൻസിന് പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിത് വീണ്ടും പറയണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് മനസ്സിലാവുമല്ലോ. നമ്മുടെ 35/2023 വീഡിയോയിൽ നമ്മൾ കണ്ടൻസ് മാത്രമല്ല, ബുക്കിൻ്റെ ബാർകോഡ്, വില, അതുപോലെ തന്നെ ബുക്കിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ, അങ്ങനെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടൊരു വീഡിയോ വരുന്നത്. അതിൽ നമ്മൾ കണ്ടൻസ് 2 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടൻസ്, പ്രിഫേഴ്സ് ആൻഡ് അക്നോളജ്മെന്റ്സ്, റഫറൻസ് അസിസ്റ്റന്റ് റീഡിങ്സ്, പ്രിമിനറീസ്, കമ്പറ്റ് അനാലിസിസ് ചെയ്തിട്ട് ഇറ്റ് ഇസ് 11 and 12, മൈക്രോ അനാലിസിസ് ചെയ്തിട്ട് പേപ്പർ ഇറ്റ് ഇസ് 11 and 12, മൈക്രോ അനാലിസിസ് ചെയ്തിട്ട് പേപ്പർ 1 and പേപ്പർ 2, അനാലിസിസ് ചെയ്തിട്ട് ഇറ്റ് ഇസ് 12 പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ 1, അനാലിസിസ് ചെയ്തിട്ട് ഇറ്റ് ഇസ് 12 പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ പേപ്പർ 2, അനാലിസിസ് ചെയ്തിട്ട് ഇറ്റ് ഇസ് 11 പേപ്പർ 1, ചെയ്തിട്ട് ഇറ്റ് ഇസ് 11 ജനറൽ സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ 1, അനാലിസിസ് ചെയ്തിട്ട് ഇറ്റ് ഇസ് 11 പേപ്പർ 2, ചെയ്തിട്ട് ഇറ്റ് ഇസ് 11 ജനറൽ സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ 2, പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, വേൾഡ് വാട്ടർ റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, ഇൻട്രൊഡക്ഷൻ, എൻഡേഞ്ചർഡ് സ്പീസീസ്, ഹാബിറ്റേറ്റ്സ് ഇൻ ഡേഞ്ചർ, ഷോർട്ട് നോട്ട്സ് ഓൺ ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി, ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, other current environment issues, trends in world population, global ocean resources, the hungry planet, global human migration, agrobiodiversity in India, conservation and management of agrobiodiversity/PGR, India's environmental efforts, the Ministry of Environmental Forest, MOEF, short notes on other environmental authorities and related programs, National Wetland Conservation and Management Program WCMP, important environmental standards in India, data tables, India's biodiversity, short notes, basis environmental science, environmental economics and environmental policy, evaluation biodiversity and population ecology. Global climate change, chronology of environmental movement, glossary of environmental terms, important abbreviations, question bank, general science, biology, the science of life, classification, basic cell biology, genetics, tissue classification and histology, nutrition, respiration, the transport system in organisms, skeletal muscular systems, reproduction, excretion, osmoregulation, thermomodulation, neurology, sense organs, health and diseases, multiple choice questions, chemistry, introduction, states of matter, mixture, solution, solubility, other atom, elements and components, periodic table, chemical bonds, chemical formulas, chemical equations, chemical reactions, organic chemicals, water and organic components in the environment, chemistry in everyday life, general, physics, introduction, mechanics, energy and power, gravitation, momentum and impulse, fluid mechanics, molecular properties, vibrations, waves, behavior, light, optics, vision, sound, telecommunications, heat, thermodynamics, magnetism, electricity, electric power systems, electronics, nuclear physics, biophysics, plasma physics, multiple choice questions, earth and space sciences, astronomy and astrophysics, geophysics, multiple choice questions, computers and information technology, multiple choice questions, history and culture, ancient history, the prehistoric period, the Indus Valley Civilization 2500-1800 BC, the Vedic period, the Aryans, the emergence of kingdoms of Maharajabadas, growth of Jainism and Buddhism, Magadha Empire, 6th century to 4th century BC, Persian Macedonian invasions, the Mauryan Empire 321-289 BC, post-Mauryan period, the Gupta dynasty AD 320-550, rise of feudalism in India, the Vardhanas AD 550-647, the Rajputs AD 650-1200, the southern dynasties. അടുത്തത് medieval history, the coming Isra, the Mughal dynasty 1500-26, 1540 and 1555, 1857, British powers during Mughal period, modern history, the coming of the Europeans, British East India Company and the British rule, social, religious and movement in the 9th century, victories of India, Indian freedom struggle, British rule after 1857 revolt, government of India at 1858,
administrative, social and judicial systems after 1858, Indian National Movement, Rise of Nationalism, Indian National Congress INC, Terrorist Revolutionary Movements, early phase of freedom struggle 1950, middle phase of freedom struggle 1950, 1930, closer to freedom 1930, 1947, India wins freedom, multiple choice questions, geography, general geography, introduction, basic knowledge about the earth, atmosphere, hydrosphere, lithosphere, world geography, countries, Indian geography, introduction, physical features, soils in India, agriculture, energy scenario in India, mineral resources of India, multiple choice questions. Indian polity, Indian constitution, the constitution framework, the structure of the Indian constitution, Union of Indian states and UTS, Indian citizenship, fundamental rights, fundamental duties of a citizen of India, data principles, list of important constitution amendments, Indian government administration, the Union government, the president and the vice president, the prime minister and the council of ministers, the parliament, the judiciary, the state government, the state legislature, local government, important constitution, statutory authorities, key functionaries, the political process, official language, provisions related to special classes, special position Jammu and Kashmir in the Indian Union, center state relationship amendment to the constitution, order of precedence, multiple choice questions in social legislation in India, economic and social development, public finance introduction, national income and structure changes, population and economic development, national capital formation, India's public finance, planning in India, review of India economy 2011-12, economic survey 2011-12. ഇപ്പം എന്താ പറയുക, 2013 പേഴ്സൺ CSIT ആയതുകൊണ്ടാണ് റിവ്യൂ ഓഫ് ഇന്ത്യ ഇക്കണോമി 2011-12 ഇക്കണോമിക് സർവേ 2011-12 എന്നൊക്കെ വന്നത്. എന്നുവെച്ചാൽ ഇത് പേഴ്സൺ 2013 ബുക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ വരുന്നത്. അത് പ്രത്യേകം ഓർക്കുക കേട്ടോ. ഇതിലൊക്കെ അതിനാണ് പറഞ്ഞേക്കുന്നത് 2012-13 എന്നുള്ള കാലഘട്ടമാണ് പറഞ്ഞേക്കുന്നത്. 13 ദ പേഴ്സൺ CSIT മാനുവൽ ആയതുകൊണ്ടാണ്. യൂണിയൻ ബഡ്ജറ്റ് 2012-13, റെയിൽവേ ബഡ്ജറ്റ് 2012-13, അഗ്രികൾച്ചർ ഓവർവ്യൂ, ദ ഗ്രീൻ വാലുവേഷൻ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇന്ത്യ, അഗ്രികൾച്ചർ കോർപ്പറേഷൻ, മൈക്രോ മാനേജ്മെന്റ്, വെയർ ഹൗസിംഗ് സ്റ്റോറേജ്, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, ഇറിഗേഷൻ, സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആൻഡ് ക്രോപ്പ് ഇൻഷുറൻസ്, ടെക്നോളജി ആൻഡ് മെക്കനൈസേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, അഗ്രികൾച്ചർ ടാക്സേഷൻ, അഗ്രികൾച്ചർ എക്സ്പോർട്സ്, ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ആനിമൽ ഹസ്ബൻഡറി, ഡയറി ആൻഡ് ഫിഷറി, other special policy initiatives, gender perspectives in agriculture, short notes on the Department of Agriculture and Corporation, Ministry of Agriculture, Government of India, notes on schemes, programs in Indian agriculture, industry and other important sectors. Industry India, industry finance institution, foreign trade, infrastructure, money supply and prices, foreign economic relations, aid, banking system, insurance, investment, stock exchanges, meets and process Indian currency, demography, census, multiple choice questions, sustainable development, understand sustainable development in India, governance for sustainable development, multiple choice questions, short notes on poverty and unemployment, poverty, expert group for estimating poverty and BPL families, employment, unemployment, employment in the organized sector, social economic development in Indian states, the Mahatma Gandhi National Rural Employment Guarantee Scheme, MGNRGS, Sonandi Gram Sorgar Yojana CSY, Sonandi Shahari Roskar Yojana CSRY. Some important social protection measures taken by the government, other social sector initiatives and inclusions, socio-economic sectors, literacy and education, multiple choice questions, other social protection programs, paper to general aptitude, interpersonal skills, communication skills, decision making and problem solving, interpersonal skills and communication skills, development of interpersonal skills, multiple choice questions, additional practice exercise, English language comprehension skills, reading comprehension, introduction, social studies and humanities, socio-economic and political science, practice exercise 1, practice exercise 2, practice exercise 3, practice exercise 4, passage comprehension, paragraph comprehension, preparation passages, practice exercise 1, practice exercise 2. അപ്പോൾ ഇനി ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ബേസിക് ന്യൂമറസി, നമ്പർ സിസ്റ്റം, HCF and LCM, യൂണിറ്ററി മെത്തേഡ്, fractions and decimals, powers and roots, average, percentage, ratio, proportion, mixes and allegation, time and work, pipes and systems, trains, boards and streams, time and distance, games, races, clocks, calendar, algebraic expressions and operations, analytical geometry, basic tools, graphs of some important functions, progression, permutation and combination, static sets, profit and loss,
partnership combination mathematics, multiple choice questions, data interpretation, tables, graphs, multiple choice questions, data sufficiency, original information questions team, the statements, not only answer categories, pitfalls, multiple choice questions, additional practice exercises, mental aptitude, mental ability, verbal and critical reasoning, series combination, analogy, odd man out classification, coding and decoding, blood and family relationship, direction questions, age, time and calendar, cubes and dice, multiple choice questions, logical reasoning, analytical ability, logical reasoning, logical diagrams, logical arguments, political exercise, practice exercise, deductive logic, bracket category, proposition, analysis explanations, multiple choice questions, analytical reasoning, analytical reasoning, tips for solving analytical reasoning problems, symmetrical relationship, puzzles on building pairs, teams, location, contest, distribution, dynamics, fixing schedules, catching onto connections, other common problems. അഡ്വാൻറ്റേജ് പ്ലസ് ആണ് കറണ്ട് അഫയേഴ്സ്, അതിൽ നാഷണൽ അഫയേഴ്സ്. അഡ്വാൻറ്റേജ് പ്ലസ്സിൽ കറണ്ട് അഫയേഴ്സിൽ നാഷണൽ അഫയേഴ്സ്, ഇന്ത്യ ജനറൽ അസംബ്ലി, ഇലക്ഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂസ്, നാഷണൽ ഇഷ്യൂസ് അപ്ഡേറ്റ്സ്, ന്യൂസ് ഫ്രം സ്റ്റേറ്റ്സ്, ആർട്ട് ആൻഡ് കൾച്ചർ, സുപ്രീം കോർട്ട് വേഡിക്സ്, summits and conferences, defense and security, science and technology, multilateral, bilateral issues, important business, current affairs, international affairs, nations, sports, London Olympics games, cups and tournaments, miscellaneous information, who's who, abbreviations, books and others, newsmakers, appointments, retirement, persons, news, awards and honors. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്, ഈ ഭാഗത്തൊക്കെ വരുന്നത്. ഇപ്പോൾ പേപ്പർ എ, പേപ്പർ 1 ഓഫ് CSAT എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ വായിച്ചല്ലോ, അതൊക്കെ ഇതൊക്കെ തന്നെ. ഈ കണ്ടൻസ് തന്നെ ഒന്നുകൂടി ഇവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കണമെന്നുള്ളൂ. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു പാർട്ട് ബി പേപ്പർ 2 ഓഫ് CSAT. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നത്. ഞാൻ പിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊന്ന് വീണ്ടും വായിച്ചെന്നുള്ളൂ. അടുത്തത് ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്. ഇറ്റ് കവേഴ്സ് ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ. നമ്മുടെ 30/5/2023 ചെയ്ത വീഡിയോയിൽ ഈ വിഭാഗത്തിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ് ഒന്നും പറയാൻ പറ്റിയില്ല. ഇന്റർപേഴ്സണൽ സ്കിൽസ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വിശദീകരണം. പിന്നെ നേരെ കറണ്ട് അഫയേഴ്സിലോട്ട് കയറാണ് ചെയ്തത്. കറണ്ട് അഫയേഴ്സ് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളതേ ഉപകാരമുള്ളൂ. അല്ലാത്ത ചിലപ്പോൾ നമുക്കറിയില്ല, ചിലപ്പോൾ അറിവുണ്ടാവായിരിക്കും. ഞാൻ അതിൽ കൊടുത്തേക്കണ കുറച്ച് സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു, അതിന് പ്രാധാന്യം ഉണ്ടോയെന്ന് അറിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതൊക്കെയായിരുന്നു അതിൽ കൊടുത്തിരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഞാനതിപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞെന്നുള്ളൂ. ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇറ്റ് കവേഴ്സ് ഇൻ ദ ഫസ്റ്റ് section in the part 4 section 8. Here we have provided study notes on interpersonal skills followed by questions bank and interpersonal skills and comprehension skills. There are exclusively selected exercise of 200 questions as per the format of questions asked in the CSAT 11 and 12. This entire exercise has been contributed by the KM Badi, a renowned coach and trainer in the world. In this field. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ സ്കിൽസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ സ്കിൽസ് has been introduced in the syllabus for the first time, and this has added another dimension to the attitude section. This topic has been so structured that the students will start from the basic level and as they progress ahead would get equipped with a higher level of the English language comprehension skills. The 2 classes of question under this domain were on reading comprehension, from which 27 questions were asked in CSAT 11 and 12, and
paragraph comprehension, from which 9 questions were asked in CSAT 11. We have covered it under reading comprehension, chapter 1, the passage comprehension, chapter 2 in the part 4, section 9. ഇതിലിപ്പോൾ റീഡ് പാരഗ്രാഫ് കോംപ്രിഹെൻഷനിൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ് CSAT 11 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റീഡിങ് കോംപ്രിഹെൻഷനിൽ നിന്ന് 27 ക്വസ്റ്റ്യൻസ് CSAT 11ലും 12ലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ, പാസേജ് കോംപ്രിഹെൻഷൻ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ വായിച്ചതാണ്, അതൊക്കെ തന്നെയാണ്. അടുത്ത ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇറ്റ് കംപ്രൈസ് ബേസിക് ന്യൂമറസി, ചാപ്റ്റർ 1 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, chapter 2 and data sufficiency, chapter 3 in part of 4 section 10 the study material and practice exercises are provided on basis of number systems. Includes number system, HCF and LCM, unitary method, fractions and decimals, powers and roots, basic applications of number systems, includes average, percentage, ratios, proportion, problem solving, profit and loss, partnership, commercial mathematics, mixers and alligation, time and work, pipes and systems, trains, boards and streams, time and distance, games and races, clocks, calendar, introduction to basic algebra for higher number system applications, algebraic expressions and operation, analytical geometry, basic tools, graphs, some important functions, progression, permutation and combination, statistics, also exclusive material respective chapters has been provided for data interpretation, covers data interpretations, problems on tables, charts and graphs, bracket including line diagrams, pie charts, bar charts and data sufficiency, provided in depth knowledge and practice on data sufficiency questions. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് മെന്റൽ എബിലിറ്റി ആണ്. കവേഴ്സ് വെർബൽ ആസ്പെക്ട് ഓഫ് ദ മെന്റൽ എബിലിറ്റി, ബ്രാക്കറ്റ് ഇൻക്ലൂഡ് സീരീസ്, കോമ്പിനേഷൻ, അനോളജി, ഓഡ് മാനോട്ട്, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ഡിക്കോഡിംഗ്, ബ്ലഡ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ്, ഡയറക്ഷൻ, ക്വസ്റ്റ്യൻസ്, ഏജ്, ടൈം ആൻഡ് കലണ്ടർ, ക്യൂബ്സ് ആൻഡ് ഡൈസ്, ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. ലോജിക് ആൻഡ് അനാലിറ്റിക്കൽ റീസണിംഗ് ലാസ്റ്റ് ദിസ് ഹാസ് ബീൻ കവർഡ് ഇൻ പാർട്ട് 4 സെക്ഷൻ 12 അണ്ടർ ലോജിക്കൽ റീസണിംഗ്, ചാപ്റ്റർ 1 കവറിംഗ് ലോജിക്കൽ ആൻഡ് the critical reasoning topics which deals with the decision making, bracket includes logical reasoning, logical diagrams, logical arguments, deductive logic, categorical propositions and analysis explanations, and analytical reasoning, chapter 2 covering analytical reasoning types primarily discussed in the committee examinations globally, includes symmetrical relationship, puzzles on building pairs, teams, location, quandaries, distribution dilemmas, fixing schedules, catch-22 connection, catch-22 situations, other common problems. ഇതാണ് പറയുന്നത് ലാസ്റ്റ്. അടുത്ത എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ CSAT മാനുവൽ 2013 ആയിരുന്നു, നമ്മൾ തിരുത്തി 2023 or 24 എന്നാക്കിയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് ദ ന്യൂ ബുക്ക് ഓഫ് മാനുവൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ ദ റീഡേഴ്സ്. ദ മാനുവൽ ഹൗ മെനി ന്യൂലി ഡ്രോൺ figures, maps and directly structured lists and tables. The word changes with a very rapid pace and so do facts and figures. Keeping this in mind, we have thoroughly revised and updated the present edition. അടുത്തത് കളേഡ് മാപ്പ്, എക്സസ് കോഡ് ഇൻസൈഡ്, ഡൈനാമിക് CSAT ഡാഷ്ബോർഡ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി പറയുന്നത് കളേഡ് മാപ്പ് ബുക്ക്ലെറ്റ് ആണ്. ബുക്ക്ലെറ്റ് കണ്ടെയ്ൻ 30 pages of fully colored maps have been provided for ease of referencing for the users in our constant endeavor to impart quantity inputs to readers preparing for competitive examinations. We have also provided online support on general awareness and current affairs. Access code inside. The most exciting features is the free online testing platform at http://wps.personal.com/thorpe-csatm. Users will able to practice MCQ based test on their computers as well as on GPRS enabled mobile phones. As always, we have tried to get buyers for books with something nobody in this domain has done so far. We understand the competition will be pressed to follow us as always in providing the customer value for money. We have kept his facility free only for the buyers of this manual who are provided with a
unique access code on inside cover to log on to this facility. അടുത്തത് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക http://wps.personal.com തോർപ്പ് CSITM എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഒരു ഇതിൽ വെച്ച് നമ്മൾ ഓൺലൈൻ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണത്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MCQ ബേസ്ഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അത് കമ്പ്യൂട്ടർ വെച്ചും ചെയ്യാമെന്ന് തോന്നുന്നു, അതും പറയുന്നുണ്ട്. അടുത്തത് ഡൈനാമിക് CSIT ഡാഷ്ബോർഡ്. It's a dynamic junction which will get updated on regular intervals to match whenever there is a further unfolding of the format or information on CSIT. Users are advised to try their access code to unlock the small but focused content repository. It contains 4 subject focused test booklets, study notes and MCQ booklets for practice on new topics, additional readings on various relevant topics, articles from experts on paper 1 and paper 2, book experts relevant portion from other person titles. അടുത്തത് useful self articles for your preparation, original coloned MCQs, 1000+ MCQ useful in present CSIT scenario. ഇതൊക്കെ വായിച്ചു നോക്കിയാലും മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലാതെ കാര്യമില്ല. അടുത്ത ലോഗോൺ ഫ്രീക്വൻറ്റ് ടു ഡൗൺലോഡ് സിമുലേറ്റഡ് മോക്ക് CSIT bracket available only after UPC given out the sample MCQs. Current events digest available in end of April 2013, just in time for mid-June 2012 CSIT. However, if there is a change in the dates of CSIT 2013, it may be uploaded early to give you inadequate time to go through. This will removed from here after the CSIT 2013. CSIT updates available with expert opinions for all users, if any. Or this web page, the web supplement on http://www.thorpeeducation.com, which offers the users to download the latest general knowledge question sections from various other committee examinations, has also been revamped and stuffed with the practice exercise on core GK and current affairs. Book experts have been provided on the dynamic CSIT dashboard, bracket accessible through the code printed inside the book, straight from the book published by Personal Education, which covers the topics and general studies relevant to the general studies syllabus of UPSC Civil Service and other state level PCS examinations. This edition has various useful articles which are helpful during the preparation of candidates. At the additional readings, the early users of this manual have emphasized on bringing more articles of this nature in this book. Therefore, we have included various articles which are analytical and purposeful. This articles and additional readings material provided on the dynamic CSIT dashboard, bracket accessible through the code printed inside the book. You will find various strategies and opinions shared by some of the experts in the field of test preparation. Also included are articles by contributors on various topics of general interest. Social networking connectivity. A vibrant social networking page has been created and maintained for the users of our general knowledge and general studies titles. You can log on to this page and get daily quizzes, updates, facts and information in an interesting and interactive way. I hope the readers will appreciate the book, and any comment suggestions towards improving the text would be most welcome. We have placed in the book a feedback from Truth, which you can share with us your experiences with this manual and its supplements. Your suggestion will go long way in making this book error-free in the coming editions. All the best, Shavik Thorpe. ഇതിപ്പോൾ ബുക്കിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞേക്കുന്നത്. അഡീഷണൽ റീഡിങ്സ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, കണക്ടിവിറ്റി, ബുക്ക് എക്സ്പെർട്സ്, ഓതേഴ്സ്, വെബ് പേജ്, കലയുടെ മാപ്പ്, ആക്സസ് കോഡ് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞുണ്ട്.
ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. ഇനി അക്നോളജ്മെന്റ്സ് ആണ് പറയുന്നത്. A completion of this nature and could cover have been attempted without a reference to any inspiration from the work of others. Encyclopedias, dictionaries, yearbooks, at least textbooks. I acknowledge my indebtedness to all of them. Further, I wish to extend my sincere thanks to the talented team comprising the following: involved in the first edition of this book, all the reviewers who with their useful tips and helpful and thought-provoking suggestions infused clarity and consistency in the content of the book. The students for the questioning minds and motivation, and the tutors and instructors who provided many valuable inputs. Those authors and their publishers who excerpted material appear in this book whenever appropriate attribution is made in the text bracket and a full citation appears in the references. I am, however, responsible and must take the credit or blame for everything else in this book. Vandana Thorpe, my research assistant, who patiently saw the manuscript through till the completion stage and offered valuable suggestions on improving the quality of the book. I would like to express my deep gratitude to my parents, late Edgar Thorpe and late Asha Thorpe, whose presence gave me immense support and inspiration, and my blessings this book would see the light of the day. I must also mention my brother Sunil and Sanjay, who supported me to carry forward our father's work. My thanks are also due to my wife Manu and sons Angita and Aditya, who have been most encouraging and helpful in this exercise. Finally, I am thankful to my publishers for allowing me to keep my father's name on the cover of this book, ഷാവിക് തോർപ്പ്. അപ്പോൾ ഈ ബുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. ഈ ബുക്ക് ഒരുപാട് കഠിന പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. വളരെ നല്ലൊരു ബുക്കാണ്. ഒരുപാട് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് എഴുതിയവർക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാണ്. അത്രയും നല്ല ബുക്കാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഒരു ബുക്കാണ്. ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ബുക്ക് കണ്ടിട്ടില്ലെന്ന് പറയാം. അത്രയും നല്ല ബുക്കാണ്. അത്രയും എനിക്ക് ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഇത് ഏറ്റവും പുതിയ സിലബസിലുള്ള ബുക്ക് വാങ്ങിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതെന്നാണ് ഞാൻ പറയുള്ളൂ. അത്ര നല്ല ബുക്ക് തന്നെയാണ്. ഇനി അടുത്ത റെഫറൻസ് ആൻഡ് സജസ്റ്റഡ് റീഡിങ്സ്. ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾക്കൊരു ഇതായിട്ട് തോന്നിയേക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞില്ല കേട്ടോ. അതൊന്ന് ഞാൻ കാണിക്കും ഇപ്പോൾ തന്നെ. ബുക്കിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളും പിന്നെ ബുക്കിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ തന്നെ കാണിക്കുന്നതാണ്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അൺഗ്രോൾജ്മെൻറ്റ് പറഞ്ഞപ്പോഴാണ് നമ്മളത് ആലോചിച്ചത്. അപ്പോൾ ഇനി അടുത്തത് പറയാൻ പോണ റെഫറൻസസ് ആൻഡ് സജസ്റ്റഡ് റീഡിങ്സ് ആണ്. അതിന് മുന്നേ നമ്മൾക്ക് ഈ ബുക്കിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ പഴയ ബുക്കാണ്. എഡ്ഗർ തോർപ്പ്, ഷാവിക് തോർപ്പ്, സിവിൽ സർവീസ് ആപ്റ്റ് ടെസ്റ്റ് ഫോർ ദി UP സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ, കണ്ടൻസ് അബൌട്ട് 30% കാലഡ് മാപ്സ്, തോപ്സ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രിപ്പറേഷൻ ഓൾ ഇൻ വൺ ബുക്ക്. ബുക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ലെവലിൽ നോക്കി മേടിക്കാട്ടോ. പിയറിൻ്റെ പ്രശ്നം നോക്കേണ്ട കാര്യമില്ല. ബാക്കിയൊക്കെ ഏറെക്കുറെ ഒരേപോലെ തന്നെ ആയിരിക്കും. ദ പേഴ്സൺ, തോപ്സ്, തോർപ്പ്, ദ CSIT മാനുവൽ 2013 ആയിരുന്നു. 23 നമ്മൾ ആക്കിയിട്ടുണ്ട്. സിവിൽ സർവീസ് ആപ്റ്റ് ടെസ്റ്റ് ഫോർ ദി UP സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ, പേഴ്സൺ. പിന്നെ ഈ ബുക്കിൻ്റെ ഇതാണ് കേട്ടോ, തിക്നെസ്സാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത്രയും തിക്നെസ് വരും. ഇത്രയും തിക്നെസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. ഇത്രയും തിക്നെസ് ഒക്കെ ഉള്ളൊരു ബുക്കാണ്. ഒരുപാട് നമുക്ക് സിലബസ് ആണെങ്കിലും ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, സിലബസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ബുക്കിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്തായാലും. പിന്നെ ആദ്യത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ ഇതൊക്കെ പറഞ്ഞിരുന്നു. 30-ാം തീയതി ചെയ്ത വീഡിയോയിലൊക്കെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മൈക്കിൻ്റെ ഒരു പ്രശ്നം വന്നാറുണ്ടല്ലേ, കുറച്ച് പേരോട് പറയാമായിരുന്നു. കുറച്ച് നമുക്ക് പറയാൻ സാധിച്ചില്ല ആ വീഡിയോയിൽ. 30/5/2023 ചെയ്ത വീഡിയോയിൽ.
അതിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം വെച്ച് നമ്മൾ കണ്ടന്റ് ഒക്കെ പറഞ്ഞിരുന്നു. കണ്ടന്റ്സ് ഇതൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വിശദീകരിച്ചിട്ടുള്ള വീഡിയോ തന്നെ ആയിരുന്നു അത്. ലാസ്റ്റ് ഭാഗം മാത്രം കറണ്ട് അഫയേഴ്സ് വന്നപ്പോൾ ഇത്തിരി ചെറിയൊരു പ്രശ്നം വന്നു, അത്രേ ഉള്ളൂ. അത് വേറെ ഒന്നുമല്ല, നമുക്കത് മാറ്റായിരുന്നു, അത്രേ ഉള്ളൂ. ചെറിയൊരു അറിവ് കിട്ടും, എന്നാലും എന്തൊക്കെ വരുന്നുള്ളൊരു അറിവ് കിട്ടും നമുക്ക്. ബാക്കിയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുവരെ എല്ലാം ഭയങ്കര വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ബുക്കിനെ കുറിച്ച്. ഒരു കാര്യം പോലും നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2023 എന്നും പറഞ്ഞ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത തന്നെ ഒരു വീഡിയോ എടുക്കും. അത് വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോന്ന് ആലോചിക്കണം. കാരണം നമുക്ക്